മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസ് മേധാവികൾക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു അപേക്ഷയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞ് വളരെ മോശം രീതിയിൽ സംസാരിക്കുന്ന, വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ. അങ്ങനെ അനാവശ്യമായ രീതിയിൽ മോശം രീതിയിൽ സംസാരിച്ച് അൺമാസ്കിംഗ് അനോമിനിനെ കണ്ടു നോക്കട്ടെ. സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഗായത്രി മേനോൻ എന്തായാലും സൈക്കോളജി പഠിച്ച ഒരാളാണല്ലോ. സൈക്കോളജി പഠിക്കുമ്പോൾ ഒരുപാട് ബയസുകളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്, കോഗ്നിറ്റീവ് ബയസുകൾ. അതിൽ കോഗ്നിറ്റീവ് ബയസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ ഗായത്രി മേനോൻ. പുള്ളിക്കാരി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ പല വിഷയങ്ങൾക്കും എതിരെ സംസാരിക്കാറുണ്ട്. അങ്ങനെ പുള്ളിക്കാരി ഒരു ചാനലിനെതിരെ സംസാരിച്ചു. ആ ചാനൽ തിരിച്ച് സംസാരിച്ചു. അപ്പോൾ ആ ചാനലും ഈ ചാനലും എടുത്ത് താരതമ്യം ചെയ്ത് ഈ ചാനൽ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ഈ ചാനൽ സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഡോക്ടർ ഗായത്രി മേനു എന്ന് പറയാനുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആർക്കും ഒരു കിണ്ടി മനസ്സിലാകാൻ പോകുന്നില്ല. മനുഷ്യന് വായിക്കൊള്ളാത്ത കുറേ പേരുകൾ വെച്ചിട്ടാണ് ഇവരുടെ യുദ്ധം. ഒന്നും മനസ്സിലാക്കില്ല. നമുക്ക് ചുമ്മാ കണ്ടുപോക്കാം. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസ് മേധാവികൾക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു അപേക്ഷയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞ് വളരെ മോശം രീതിയിൽ സംസാരിക്കുന്ന, വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. കുട്ടികൾക്കെതിരെയുള്ള അക്രമം, റേപ്പ്, അതുപോലെ തന്നെ ഏർലി ചൈൽഡ് മാരേജസ്, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം തുടങ്ങിയ കാര്യങ്ങളെ സയന്റിഫിക് ആണെന്ന് പറഞ്ഞിട്ട് പലതരം TV പ്രോഗ്രാംസിലും അല്ലാതെ അവരുടെ ചാനലിൽ കൂടിയും വന്നിട്ട് ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാം. സ്ത്രീകൾ നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ഈ സാധനമൊക്കെ സയന്റിഫിക്കലി കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്നാണ് ഡോക്ടർ ഗായത്രി മേനോൻ പറയുന്നത്. അതായത് ശൈശവ വിവാഹം, ഈ റേപ്പ്, ചൈൽഡ് അബ്യൂസ്, ഇതൊക്കെ സയന്റിഫിക്കലി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സയൻസ് എടുത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് ഇതാണ് ആ രേഖ എന്നും പറഞ്ഞിട്ടാണ് ആ രേഖയെക്കുറിച്ച് അവർ സംസാരിക്കുന്നതെന്നാണ് ഡോക്ടർ ഗായത്രി മേനോൻ പറയുന്നത്. നമുക്ക് അതിലേക്ക് പോയി നോക്കാം. നമുക്ക് ആ ചാനലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. വസ്ത്രധാരണത്തെക്കുറിച്ച്, ഒരു പരിചയമില്ലാത്ത സ്ത്രീകളെക്കുറിച്ച് എന്തൊക്കെയോ അവരുടെ ഇമാജിനേഷനിലും റിലീജിയസ് സ്ക്രിപ്റ്റ്സിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച്, സയൻസിനെയും വളച്ചൊടിച്ച് അതിനെക്കുറിച്ച് ആര് മാന്യമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞാലും അവർക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങളും അവരുമായിട്ട് അപ്പൊ എനിക്കെതിരെ അറ്റാക്ക് വരുമില്ലേ? സംസാരിക്കണം. എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത്, ഞാനൊരു RC രജിസ്ട്രേഷൻ ഉള്ള ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. എനിക്കിതുപോലത്തെ ഉള്ള വൃത്തിയായിട്ട് സംസാരം പറയുന്ന ആൾക്കാരോട് എനിക്ക് പോക്സോ കേസിനെതിരെ, അതായത് പോക്സോ കേസ് ചൈൽഡ് റേപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള റേപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ എന്താ സംസാരിക്കേണ്ടത്? മതത്തിന്റെ പേരിലും വേറെ കുറെ കാര്യങ്ങളുടെ പേരിലും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഞാൻ എന്താ ഇവരോട് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇവരെ പറയുന്ന കാര്യങ്ങളൊന്നും ബോധമുള്ള ബുദ്ധിയുള്ള ആരും തന്നെ സപ്പോർട്ട് ചെയ്യില്ല. എന്നിട്ട് അവരുടെ പേരിലുള്ള കുറെ ഗുണ്ടകളെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ പ്രൊഫൈലിൽ വന്ന് മെസ്സേജ് ചെയ്യുക, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമന്റ്സ് ഇടുക. എന്താ ഇത്? ഇതിനെതിരെ, ഈ ചാനലിനെതിരെ ഇത് റിവ്യൂ ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരാണെന്നുള്ളതിന് ഒരു സംശയമില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരെയൊക്കെ നമ്മൾ സംസാരിച്ചു. കൊള്ളാലോ. നമുക്ക് ആദ്യം ആ ചാനലിലേക്ക് ഒന്ന് പോവാം. ഡോക്ടർ ഗായത്രി മേനോൻ. ഈ പുള്ളിക്കാരന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ പുള്ളിക്കാരനാണോ അനോമലീസിന്റെ മെയിൻ ആള്? ഇദ്ദേഹത്തിന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ. പഞ്ചായത്ത് മെമ്പർ ശ്രീനാദേവി കുഞ്ഞുമ, വൈസ് വയനാട് റെസിഡൻഷ്യൽ സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് അമീർ, കൺസേൺ പഞ്ചായത്ത്. യു അഗൈൻ റിഗ്രഷൻ അഗ്രഷൻ തിയറി. ഈ പുള്ളിക്കാരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തമ്മിൽ പ്രോഗ്രാമിൽ പോയിട്ട് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ കുറവ് മൂലം ഇവിടെ നമുക്ക് കുറെ റിഗ്രഷൻ ഉണ്ടാകുന്നു, അതിനെ അഗ്രഷനായിട്ട് അവിടെ തീർക്കുന്നു എന്നൊരു തിയറി പണ്ടാരം കണ്ടോ പഴമക്കാർ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വാദിച്ച മനുഷ്യനല്ലേ ഇദ്ദേഹത്തിനെ ഞാൻ ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനല്ല, ഈ ഒരു സംഘം ആളുകളെ. പുള്ളി ഈ റിഗ്രഷൻ അഗ്രഷൻ എന്തോ ഒരു അഗ്രഷൻ തിയറിയും വെച്ചിട്ടാണ് നടക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. ഈ ഫ്രസ്ട്രേഷൻസ് നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേനും കുറേ ബോർഡുകളിൽ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളുടെ പരസ്യം കാണുന്നു. അത് കണ്ട് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ആവുന്നു. ഇപ്പുറത്ത് മറ്റു കുറേ അടിവസ്ത്രങ്ങൾ കാണുന്നു, ഇപ്പുറത്ത് വേറെ കുറേ അടിവസ്ത്രങ്ങൾ കാണുന്നു, ഇപ്പുറത്തൊരു പെൺകുട്ടി കുറച്ച് ഹോട്ടായിട്ടുള്ള ഫോട്ടോ വീഡിയോ നടന്നു പോകുന്നു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അതിനുശേഷം ഇപ്പുറത്ത് പറുതയിട്ടൊരു പെൺകുട്ടി കാണുമ്പോൾ ശോഭേ വാ ഇവിടെ എന്ന് പറഞ്ഞ് പോകും. ഇതാണ് ഈ പുള്ളി പറയുന്ന റിഗ്രഷൻ അഗ്രഷൻ തിയറി. ഓക്കെ, അതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ആദ്യം പുള്ളിക്കാരന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞപ്പോ ഈ കാര്യം മനസ്സിലായി, കേൾക്കാം നമുക്ക്. ഡോക്ടർ ഗായത്രി മേനോൻ എന്തായാലും സൈക്കോളജി പഠിച്ച ഒരാളാണല്ലോ. സൈക്കോളജി പഠിക്കുമ്പോൾ ഒരുപാട് ബയസുകളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്, കോഗ്നിറ്റീവ് ബയസുകൾ. അതിൽ നാച്ചുറലിസ്റ്റിക് ബയസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഒരു കാര്യം എനിത്തിങ് നാച്ചുറൽ ഷുഡ് നോട്ട് ബി മോറലി ഗുഡ്.
അഥവാ എന്തെങ്കിലും ഒരു കാര്യം നാച്ചുറൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് ധാർമ്മികമായി ശരിയാകണം, അത് സമൂഹത്തിൽ നടക്കണം എന്നതാകണം എന്നവർ പറയുന്നതല്ല. സത്യത്തിൽ ഇങ്ങനെയുള്ളൊരു ബയസാണ്. ഇച്ചിരി കൂടെ മനസ്സിലാകുന്ന പോലെ പറഞ്ഞ് അവതരിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മനുഷ്യന് മനസ്സിലാകാത്ത കുറെ വാക്കുകൾ കുത്തിക്കയറ്റി ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന പോലെ എന്തൊക്കെയോ. ഓക്കെ, ബാക്കിയേക്കാം. സത്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നാച്ചുറൽ ആണ്, സയന്റിഫിക് ആണെന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം കൊണ്ടും നല്ലതാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഈ നാച്ചുറലിസ്റ്റിക് ബയസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റേപ്പിന്റെ സയൻസ് പറയുന്ന സമയത്ത് ഇവരെല്ലാം റേപ്പ് നടക്കണം എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ അതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇവർ പോക്സോ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, നോർമലൈസ് ചെയ്യുകയാണെന്ന് പറയുന്നത് അത് നമ്മുടെ നാച്ചുറലിസ്റ്റിക് ബയസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പോക്സോ കേസിൽ നാച്ചുറലിസ്റ്റിക് ബയസ് കൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒരു സ്ത്രീയെ ഒരുത്തൻ ശാരീരികമായി ആക്രമിച്ചു. അപ്പോൾ ഇങ്ങനെ ഇത് ആലോചിക്കും, അപ്പോൾ ഈ തിയറി പ്രകാരം ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ പുരുഷൻ ഈ സ്ത്രീയെ ആക്രമിച്ചത് എന്നാണ് ഇവരുടെ ഒരു വാദം. അതായത് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇതാണ് കാരണം, ഇവനിങ്ങനെ കുറേ മാനസിക പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ കുറേ തിയറീസ് ആണ് ഈ പുള്ളിക്കാരൻ വിളമ്പുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള പ്രശ്നം അങ്ങനെ നമ്മൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ, അല്ലെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് എത്ര തവണ നമ്മളത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. ഞാൻ കുറേ വീഡിയോ കണ്ടതിനകത്ത് ഒറ്റ ഒരിടത്ത് മാത്രം പറയുന്നത് ഞാൻ കേട്ടു. ഓക്കെ, നമുക്ക് ഇദ്ദേഹം പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ കേൾക്കാമേ. മറ്റൊരു സാഹചര്യത്തിൽ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കുറിച്ചുള്ള ഒരു പോപ്പുലർ നെറേറ്റീവ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് 1975 സൂസൻ റോൺ മില്ലറുടെ എഗെയിൻസ്റ്റ് അവർ വിൽ എന്നുള്ള പുസ്തകത്തിൽ നിന്നാണ്. ആ പുസ്തകത്തിൽ അവർ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്സ് റേപ്പ് എന്നുള്ളത് സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു വയലൻസ് മാത്രമാണ്, ഒരു മെയിൽ ഡൊമിനൻസിന്റെ വയലൻസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുരുഷനെ ആ ഡൊമിനൻസിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ ചങ്ങലക്കിട്ടാൽ സ്ത്രീകൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ചോയ്സായിട്ട് സ്വൈര വിവഹാരം നടത്താൻ സാധിക്കും എന്ന രൂപത്തിലൊരു നെറേറ്റീവ് ബിൽഡ് ചെയ്യുകയാണ് സൂസൻ റോൺ മില്ലറിന്റെ പുസ്തകത്തിലൂടെ സംബന്ധിച്ച്. ആ പുസ്തകം വളരെയേറെ ബെസ്റ്റ്സെല്ലറായി, വളരെ ഫേമസ് ആയി. ന്യൂയോർക്കിലെ ഒരു 100 പുസ്തകങ്ങളിൽ ഒന്നായിട്ട് വരെ അത് കണക്കാക്കപ്പെട്ടു, ഏറ്റവും ബെസ്റ്റ് 100 ബുക്സിൽ ഒന്നായിട്ട് വരെ കണക്കാക്കപ്പെട്ടു. പക്ഷേ ഇതിന് കുറേ ക്രിട്ടിക്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് 2000 പുറത്തിറങ്ങിയ എവല്യൂഷണറി ബയോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും 2 പേര്. ചേട്ടൻ ലൈബ്രറിയിൽ എന്തെങ്കിലും ആയിരുന്നോ? ഒരു കൂട്ടം ഈ പറയുന്ന സെക്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിച്ചിട്ട് ആ പുസ്തകത്തിൽ റേപ്പിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഈ പുസ്തകത്തിൽ ചൈൽഡ് അബ്യൂസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറ്റേ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് അങ്ങനെ. അപ്പൊ ചേട്ടൻ സ്വന്തമായിട്ട് എന്താണ് അഭിപ്രായം? ഈ സാധനങ്ങളൊക്കെ ശരിയാണെന്നാണോ? ആ പുസ്തകത്തിൽ പറയുന്നത് പുസ്തകത്തിൽ പറയുന്നത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ? എന്താണ് നിങ്ങളുടെ ഒരു ഇൻപുട്ട് ഇതിനകത്ത്? ഞാൻ ഈ തമ്മിൽ പ്രോഗ്രാം കണ്ടപ്പോഴേ വിചാരിച്ചു, ആ പുസ്തകത്തിൽ അങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു, പ്രശസ്ത എഴുത്തുകാരനായ യവൻ ഈ പുസ്തകത്തിൽ ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് എവിടെ? ആ പുസ്തകത്തിൽ അതുകൊണ്ട് ഈ പുസ്തകത്തിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറെ റെഫറൻസ് തരാനാണ് നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഒപ്പീനിയൻ വേണ്ടല്ലോ. നിങ്ങൾ ഇതേപോലെ മറ്റേ ഇതിനകത്ത് പറയത്തില്ലേ ഫലിതം, നിങ്ങൾ 77 എന്ന ഫലിതം പറഞ്ഞാൽ മതി, 77ാമത്തെ ഫലിതം ഇന്നതാന്ന് ഓർത്ത് ഞങ്ങൾ ചിരിച്ചോളാം എന്ന് പറയുന്നൊരു സാധനമല്ലേ അത്? ആ പല പുസ്തകത്തിൽ പലതും എഴുതിയിട്ടുണ്ടാകും. അത് അതേപോലെ എടുത്തിട്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താ? പല ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിൻ്റെയൊക്കെ ആദ്യം കൊടുക്കുന്ന ഒരു ഇൻഡെക്സ് പേപ്പർ ഉണ്ടല്ലോ, ഈ കോണ്ടന്റ് ഒക്കെ, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. എന്നാൽ സപ്പോർട്ട് ചെയ്തോ, അത് സപ്പോർട്ട് ചെയ്തോ, ഒപ്പോസ് ചെയ്തോ, ഞാനല്ലല്ലോ ആ പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, എൻ്റെ അഭിപ്രായം അല്ലല്ലോ അത് എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് തടി തപ്പും. കുറേ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം സെക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആറാട്ടണ്ണനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണെന്ന് തോന്നുന്നു. കൂടുതലും കുട്ടി സെക്ഷിയാണ്. ആ പുസ്തകങ്ങളാണ് ചേട്ടൻ എപ്പോഴും റെഫറൻസ് ആയിട്ട് എടുക്കുന്നതും ആ പുസ്തകങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ പ്രതിപാദിക്കുന്നത്. ഇദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ രംഗത്ത് നിന്ന് വന്ന ഒരാളാണെന്നാണ് 24 ന്യൂസിലെ തമ്മിലിനകത്ത് പുള്ളിക്കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസ രംഗ സാറാണെന്ന് വെച്ചോ, എന്തേലും ആയിട്ടെ, അപ്പം നിങ്ങൾ കാണുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്നൊരു ചോദ്യം വരത്തില്ലേ? നിങ്ങളുടെ അടുത്ത് എങ്ങനെ വിശ്വസിച്ച് ഒരു പെൺകുട്ടി ഏത് വസ്ത്രം ഇടണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, ബാക്കിയേക്കാം. ഏതാണ്ട് പുസ്തകത്തിൽ കൊണ്ട് നിർത്തിക്കുന്ന പുസ്തകത്തിൽ ബാക്കി വയ്ക്കാം. അപ്പൊ ആ പുസ്തകത്തിന് എതിരെ കുറെ പുസ്തകങ്ങൾ വന്നു. പുസ്തകം ഏതാണ്? പാമറും റാൻഡി തോൺഹില്ലും എഴുതിയ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് റേപ്പ് എന്നുള്ള പുസ്തകം. അത് പൂർണ്ണമായിട്ടും സയന്റിഫിക് ആയിട്ട് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പഠനമായിരുന്നു. എന്തുകൊണ്ട് റേപ്പ് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ. എന്തുകൊണ്ടാണ് റേപ്പ് സംഭവിക്കുന്നത് പറയാമോ? റേപ്പ് എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പിടിച്ച് നിർത്തി ചെപ്പിക്കാരണം നോക്കി പറഞ്ഞാൽ പൊട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഈ ചെയ്യുന്നവന്മാർക്കുള്ളൂ. അതിന് ഇനി ഒരു തിയറി, അവൻ എവിടുന്ന് കണ്ടപ്പോൾ അതങ്ങനെ അവനെ മാനസികമായി തട്ടിയപ്പോൾ അവൻ ഇങ്ങനെ പോയി
അവന് മാനസിക രോഗം. ഒരു പെൺകുട്ടിയെ അവളുടെ സമ്മതമില്ലാതെ ആ പെൺകുട്ടീനെ കയറി പിടിക്കുന്നതിനെ കണ്ടുപിടിക്കാൻ ഒരു തിയറിയും അത് ആ പുസ്തകത്തിലുണ്ട്, ആ പുസ്തകത്തിൻ്റെ ഓപ്പോസിറ്റ് ഈ പുസ്തകത്തിലുണ്ടെന്ന് പറയാൻ ഒരു മനുഷ്യനും. എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ഫെമിനിസ്റ്റ് നെറേറ്റീവ്സിൽ പൊതുവെ വരുന്നൊരു രീതി എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ബയോളജിക്കലും സൈക്കോളജിക്കലും ആയിട്ടുള്ള എല്ലാ സംഗതികളെയും നിരാകരിച്ചുകൊണ്ടാണ് അവരുടെ തിയറികൾ ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. അത് ഭയങ്കര ഇമോഷണലായിട്ട് വരുന്ന സംഗതിയാണ്. പക്ഷെ നമ്മളിവിടെ ബയോളജിയെ പരിഗണിച്ചുകൊണ്ട് സൈക്കോളജിയെ പരിഗണിച്ചുകൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ അതിനെ വളരെ ജഡ്ജ്മെൻ്റലായിട്ട് കണ്ട്, വളരെ പ്രിജുഡൈസ്ഡ് ആയിട്ട് കണ്ട്, വളരെ ബയസ് ആയിക്കൊണ്ട് ഇവരെല്ലാം ഇതിനെ പ്രൊമോട്ട് ചെയ്യണം. എന്തെങ്കിലും കാര്യത്തെ ശാസ്ത്രീയമായി വിശദീകരിച്ചാൽ അത് അതിനെ പ്രൊമോട്ട് ചെയ്യാമെന്നൊരു അർത്ഥമില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന അത് ശരിയാട്ടോ. എന്തിനേലും ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് അങ്ങനെ ഒരു സാധനമില്ല. പക്ഷേ ശാസ്ത്രീയമായിട്ട് നമ്മളൊരു സാധനം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു എക്സ്പ്ലനേഷനേ അല്ല. നിങ്ങളുടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എടുത്ത് നോക്കിയാലും ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ കുറേ പുസ്തകം എഴുതിയ ആളുകളുടെ അവർ എഴുതി വെച്ചിട്ടുള്ള കുറേ വരികളെ നിങ്ങളെടുത്ത് ഇങ്ങോട്ട് ഏറ്റു പറയുന്നു. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടേതായ ഒപ്പീനിയൻ അതിനകത്ത് വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആ സിമിലർ ഒപ്പീനിയനാണ് ഇദ്ദേഹത്തിന്. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് റേപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനം നടക്കുന്നത്. അതിനകത്ത് അവന് തെറ്റൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചില കാര്യങ്ങളുള്ളതുകൊണ്ട് അത് ആ ഒപ്പീനിയൻ തന്നെ നിങ്ങളുടെ ആയതുകൊണ്ട് അത് ഡയറക്റ്റായിട്ട് എൻ്റെ ഒപ്പീനിയൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ച് പഞ്ഞിക്കിടുമെന്നുള്ളത് കൊണ്ടാണ് അത് എഴുതി വെച്ചാൽ ഓദറിൻ്റെ തലക്കോട്ട് കൊണ്ടിടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ ബ്ലണ്ടറാണ്. കുറച്ച് സാധനം കൂടെ നമുക്ക് കേൾക്കാം. 70% അറിയുന്ന ആളുകളാണ്. അപ്പോൾ ഇത് വരുന്നത് ഈ ഒരു ഹാലോ എഫക്റ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷന് നമ്മൾ സ്ഥിരമായി പറയാറുള്ളത് പോലെ തന്നെ എല്ലാ പഠനങ്ങളിലും വരുന്ന പോലെ തന്നെ പുരുഷന് ചിലപ്പോൾ എല്ലാ സമയത്തും ഒരു ഫ്രണ്ടായി കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താ പുരുഷന് എല്ലാ സമയത്തും ഒരു പെൺകുട്ടിയെ ഫ്രണ്ടായിട്ട് കണ്ട എന്താ പ്രശ്നം? അത് നിങ്ങളുടെയൊക്കെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. പുരുഷൻ എന്ന് പറയില്ല, നിങ്ങളെപ്പോലെ ഈ സാധനങ്ങൾ എഴുതുന്ന അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് എല്ലാ സ്ത്രീകളെയും ഫ്രണ്ടായിട്ട് എല്ലാ സമയം കാണാൻ സാധിക്കത്തില്ല. അതൊക്കെ അത് ന്യായം. അല്ലാതെ ഈ സകലമാന പുരുഷന്മാർക്കെന്നുള്ള പുരുഷന്മാരുടെ മൊത്തം അവകാശമൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് വന്നിട്ട് പറയാം. ഇതിപ്പോൾ എന്ത് ചോദിച്ചാലും പറയും ഞാനല്ലല്ലോ പറഞ്ഞേ, ആ പുസ്തകത്തിൽ അവനല്ലേ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാനതെടുത്ത് ഇങ്ങോട്ട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്യും. നമ്മൾ ഈ പണ്ട് കുക്കു എഫ് എം ഒക്കെ ഉണ്ടായിരുന്നില്ല, അതുപോലെ ഒരു ഓഡിയോ ബുക്ക് സെറ്റപ്പ് അങ്ങ് തുടങ്ങി. അണ്ണൻ എടുത്തിട്ട് റേപ്പ് വേറെ, ചൈൽഡ് അബ്യൂസ് വേറെ, അങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ച് അങ്ങോട്ട് സെറ്റപ്പ് ചെയ്യുക. അണ്ണൻ അതായിരിക്കും ഏറ്റവും നല്ല പരിപാടി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റേപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം. നമ്മളുടെ കുട്ടികളെ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു റേപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം. നമ്മളുടെ കുട്ടികളെ അതിൽ നിന്ന്, അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം അത്തരം സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അങ്ങനെ ഒരു ഹെൽത്തി സൊസൈറ്റീനെ ഫോം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഹെൽത്തി സൊസൈറ്റീനെ ഫോം ചെയ്യാനായിട്ട് ഇങ്ങനെ റേപ്പ് നടക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്തണം. റേപ്പ് ചെയ്യുന്നവരാ അവന്മാര് പുണ്യാത്മാക്കള്, അവന്മാർക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവന്മാർ റേപ്പ് ചെയ്യുന്നു. ആ പ്രശ്നത്തിൽ നിന്നും നമ്മൾ നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്തണം. അത് എന്നെ സ്റ്റേറ്റ്മെന്റ് ആശാൻ അടിച്ചു വിട്ടത്. അപ്പോൾ അവിടെ ആ ഒരു ത്രികോണത്തിൽ കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വെപ്പുണ്ടാവും. നമ്മൾ ഇങ്ങോട്ട് പോകാം. അങ്ങനെ മാറി നടക്കുകയാണോ വേണ്ടത്, അതോ അവനെ മറ്റൊരാളുടെ സമ്മതമില്ലാതെ മറ്റൊരാളുടെ ശരീരത്തിൽ സ്പർശിക്കുകയും അവരെ കടന്നു പിടിക്കുകയും അവരുടെ സ്വകാര്യ ഭാഗത്ത് ചെയ്യുന്നതും തെറ്റാണ് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു സൊസൈറ്റി ബിൽഡ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്, അതോ അവിടോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് മാറി നടക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കുകയാണോ വേണ്ടത്? നിങ്ങൾ എന്ത് തേങ്ങാക്കൊലയാണ് പറയുന്നത്? ഇങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം പിന്നെ നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് ഇടാൻ നമ്മുടെ കുട്ടികൾ അങ്ങ് മാറി നടക്കട്ടെ. ഏതെങ്കിലും അബദ്ധത്തിൽ ഒരു കുട്ടി അവിടെ പോയി വീണാലോ, ആ ഒരു സാഹചര്യത്തിൽ അവിടെ കുറച്ച് ആണുങ്ങൾ ചേർന്ന് നിന്നിട്ട് ഒരു പെൺകുട്ടിയെ കഴുത്തിൽ കർച്ചിപ്പൊക്കെ കെട്ടി ഇവിടെ ഒരു പെൺകുട്ടി വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ അബദ്ധത്തിൽ ഒരു പട്ടി ഓടിച്ച പെൺകുട്ടി അങ്ങോട്ട് കയറിപ്പോയെങ്കിൽ പട്ടിയുടെ തെറ്റാണോ പെൺകുട്ടിയുടെ തെറ്റാണോ മാറിപ്പോകാൻ പറ്റാത്തത്? അപ്പോഴും ഈ ചെയ്യുന്നവര് കുഴപ്പമില്ല. ആ സാഹചര്യത്തിൽ നിന്ന് സ്ത്രീകളോ കുട്ടികളോ ഒക്കെ അങ്ങ് മാറിപ്പോക്കണം. അവിടെ അങ്ങനെ സാഹചര്യം ഉണ്ടല്ലോ. അത് റിയലി ഓക്കെ, ബാക്കി കേൾക്കാം. ആ മനസ്സിലാക്കിയ ആ തിയറി എന്ത് ചെയ്യില്ല, ഒരിക്കലും സെക്ഷൽ ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യൂല എന്നുള്ളതാണ്. അവിടെ നമ്മൾ രണ്ടാമതൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി, സെക്ഷൽ പൊസഷൻ അഗ്രഷൻ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വന്നാൽ ഇത് നല്ലൊരു പിയർ റിവ്യൂഡ് പിന്നെ നല്ലൊരു ജേർണലിൽ വന്നതാണ്. ഇദ്ദേഹം തന്നെ ഇതിൽ ഒരുപാട് പഠനങ്ങൾ 12ഓളം പേപ്പേഴ്സ് ഇദ്ദേഹത്തിൻ്റെ 12ഓളം പേപ്പേഴ്സ് ഇദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ മർഡർ, പബ്ലിക് മാസ് ഷൂട്ടർ ഹൂ ടാർഗറ്റ് സ്പെസിഫിക് വുമൺ,
എക്സാമിൻ ഐഡൻറ്റിഫൈ തോട്ട്സ് എന്താണ്ടൊക്കെ സമാനം. ഫീമെയിൽ ഡിസ്കഷൻ ഓഫ് സെക്സ് ഫ്രസ്ട്രേഷൻ, പവർ ആൻഡ് റിവെഞ്ച്, സെക്സ് പവർ. ഈ ബുക്കൊക്കെയാണോ ഒന്നും വായിക്കുന്നത്? ഈ ബുക്കൊന്നും വായിക്കുന്നത് തെറ്റല്ല, ഈ ബുക്കുകൾ മാത്രം വായിക്കുന്നത് ഒരു ചെറിയ പെശക കേട്ടോ. എന്നിട്ട് ഇരുന്ന് ഓക്കെ ഇങ്ങനത്തെ കുറേ പടച്ചുവിടാൻ ആൾക്കാരുള്ളതുകൊണ്ടാണല്ലോ എഴുതുന്നേ. ഒരു 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ 2026 ഏകദേശം 54,000 സാമ്പിൾസിൽ ഈ പിന്നെ സെക്ഷൽ ഫ്രസ്ട്രേഷനും സെക്ഷൽ ഫ്രസ്ട്രേഷൻ കുറേ വാക്കും അസോൾട്ടിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പഠനമുണ്ട് ഈ വർഷത്തിലുണ്ട്. അപ്പോൾ പിന്നെ ഇത് പിന്നെ അദ്ദേഹം പറയുന്നത് ഒരാൾ സെക്ഷലി ഒരു ഫ്രസ്ട്രേറ്റഡായി നേരെ പോയിട്ട് ആഗ്രഷൻ ഒരു കുട്ടീൻ്റെ മേലെ തീർക്കുന്നു, ഇങ്ങനെയൊന്നല്ല. ഒന്നാമത് ഇത് പറയുന്നത് കുട്ടികളുടെ മേലുള്ള അക്രമം എന്നുള്ള നിലക്കല്ല, എന്തുകൊണ്ട് പിന്നെ നിരപരാധികളായ അല്ലെങ്കിൽ പിന്നെ നിരപരാധി എന്നുള്ളതല്ല, ഈ പ്രൊവോക്കേറ്റീവ് വസ്ത്രം ധരിക്കാത്ത നിരപരാധികളല്ല ഓക്കെ വസ്ത്രം ധരിക്കാത്ത ആളുകളിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഇതൊരു കാരണമായേക്കാം. അതിന് ഈ തിയറി ഒരു കാരണമായേക്കാം. കാരണം ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന് 3 കാരണങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൽ ഈ പേപ്പറിൽ പറയുന്നതാണ്. ഒന്ന് എല്ലാത്തിനും കൂടെ ചേർക്കും. ഈ പേപ്പറിൽ പറയുന്നതാണ്, ആ ബുക്കിൽ അവർ പറയുന്നതാണ്, മറ്റേ ബുക്കിൽ അവർ പറഞ്ഞതാണ്. ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല, അണ്ണൻ ഒരു അഭിപ്രായമില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ പുസ്തകം തിന്നും, ആ പുസ്തകം വന്ന് നിങ്ങൾക്ക് മുമ്പിൽ വിളമ്പിത്തരും. അതിനകത്ത് പുള്ളിയുടേതായ യാതൊരു ഇൻപുട്ടും ഇല്ല. ഇവിടെ തന്നെ വസ്ത്രങ്ങൾ പറയുമ്പോഴത്തേനും ഒരു കുറ്റം ചെയ്യാത്ത ഒരു ഫുള്ളി വസ്ത്രം ധരിച്ച് പോയ ഒരു പെണ്ണിനെ പിടിച്ചൊരുത്താൻ ചെയ്യുമ്പോഴത്തേനും ഉള്ള ചോദ്യങ്ങളെ ചോദിച്ചേ. അപ്പോൾ വസ്ത്രം ചെയ്യുന്ന നിരപരാധികളല്ല, ഇങ്ങനത്തെ വസ്ത്രങ്ങളല്ലാത്ത എന്താ മറ്റേ പ്രൊവോക്ക് ചെയ്യുന്ന അല്ലാത്ത വസ്ത്രം, എന്താ അവർ നിരപരാധികളല്ലേ? അവരെന്ത് കുറ്റം ചെയ്തിട്ടാണ് അവരെ റോഡിൽ പോകുന്ന ഒരുത്തം പിടിച്ച് ചെയ്യുന്നത്? ഫുൾഫിൽഡ് സെക്ഷൽ ഡിസയർ, അൺഫുൾഫിൽഡ് ഡിസയർ ടു ഹാവ് സെക്സ്. അതായത് പിന്നെ ഒരു സെക്ഷൽ ഡിസയർ ഉണ്ട്, പക്ഷേ അത് ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല. അൺഅവൈലബിൾ പാർട്ട്നേഴ്സിൽ അദ്ദേഹം പറയുന്നത് ഒരു പാർട്ട്ണറുമായി സെക്സ് ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ ആ പാർട്ട്ണർ അവൈലബിൾ അല്ല. ആ പാർട്ട്ണർ അവൈലബിൾ ആയാൽ വിവാഹം ചെയ്തതോ അല്ലെങ്കിൽ ഒപ്പമുള്ളതായിട്ടുള്ള പാർട്ട്ണറെ പറ്റി അല്ല പറയുന്നത്. അല്ല, അതിന് ബ്രാക്കറ്റിൽ എഴുതുന്നുണ്ട് അത് ഫ്രണ്ട്സ്, കൊലീഗ്സ്. ഇയാളുടെ മനസ്സിൽ പാർട്ട്ണറായിട്ട് ഇമാജിൻ ചെയ്യുന്ന പല ആളുകളും ഇയാളിലേക്ക് അവൈലബിൾ ആയിട്ട് വരുന്നില്ല. ഇയാളുടെ മനസ്സിൽ കുറേ പാർട്ട്നേഴ്സിനെ ഇമാജിൻ ചെയ്യും. അത് കൂടെയുള്ള പാർട്ട്ണറോ ഭാര്യയൊന്നും അല്ല, കൂടെ വർക്ക് ചെയ്യുന്നതോ പുള്ളി കണ്ടതായിട്ടോ പുള്ളിയുടെ കൂടെ സഹകരിക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ളവരെ ഇയാൾ പാർട്ട്ണറായിട്ട് കാണും. അവരെ തനിക്ക് കിട്ടാത്തപ്പോൾ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഇതിനെ ഞങ്ങൾ പച്ച മലയാളത്തിൽ ഞരമ്പ് രോഗം എന്ന് പറയും. കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ വികാരം തോന്നുമ്പോഴത്തേനും അതിന് പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്ന പ്രശ്നങ്ങളേ ഉള്ളിത്. ലോകത്തുള്ള സകല പെണ്ണുങ്ങളെയും കണ്ടിട്ട് അതിൻ്റെ പാർട്ട്ണറാണെന്ന് തെറ്റിദ്ധരിക്കുകയും അത് പ്രകാരം അവരെ കിട്ടാത്തതിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവർക്കും ഇല്ലേ ആഗ്രഹങ്ങളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ. ഇമാതിരി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഞരമ്പൻ നാറികളുടെ കൂടെ പോകാനായിട്ട് ഈ സ്ത്രീകൾ തയ്യാറാവുന്നവരുണ്ടാവും. കാണുന്ന പെൺകുട്ടികളെല്ലാം പാർട്ട്ണറായിട്ട് സങ്കല്പിച്ചെടുക്കുമെന്ന് ഒരു ഒലക്കെടുത്ത് അവൻ്റെ തലമണ്ട നോക്കിയൊരു പളക്ക് കൊടുത്തിട്ട് അവനെ വല്ല മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ വിട്ടിട്ട് ഒരു കൗൺസിലിംഗ് കൊടുത്ത് നേരെയാക്കണം. അതിന് പകരം ഇന്ന ബുക്കിൽ ഇന്നൊരു തിയറി ഉണ്ട്, ആ തിയറി പ്രകാരമാണ് ചെയ്യുന്നത്. അയ്യോ പാവം പഞ്ചപം ചക്കര മുത്തേ എന്ന് പറഞ്ഞിട്ട് വിടും. എൻ്റെ പൊന്നെണ്ണ എന്നെ റിയാക്ട് ചെയ്യണം, ഈ പുസ്തകമൊന്നുമില്ല, നിങ്ങളുടെ സ്വന്തം ഒപ്പീനിയൻ പറഞ്ഞ് എന്നെ റിയാക്ട് ചെയ്യട്ടോ. എന്നെ റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഈവൻ സെലിബ്രിറ്റീസ് പറയുന്നുണ്ട്, സ്ട്രേഞ്ചേഴ്സ്, ഇപ്പോൾ നമ്മൾ കാണുന്ന എവിടെയെങ്കിലുമൊക്കെ കാണുന്ന സ്ട്രേഞ്ചേഴ്സ് ഒക്കെ എന്ത് വരുന്നുണ്ട്, ഈ അൺഅവൈലബിൾ പാർട്ട്നേഴ്സിലുണ്ട്. അപ്പോൾ അതിന് ഫ്രസ്ട്രേഷൻ, സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇത് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യം ഇവിടെ നടക്കുന്നു. ഇയാൾ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നില്ല. ഇയാൾക്ക് വെല്ലവൻ്റെ വീട്ടിലെ പെങ്ങളെയും വെല്ലവൻ്റെ ഭാര്യയും കണ്ടിട്ട് യവൻ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി. അത് അവരുടെ തെറ്റാ അല്ലേ? അവരുടെ തെറ്റാ, യവൻ്റെ തെറ്റല്ല. ഇവൻ പാർട്ട്ണറായിട്ട് മൈൻഡിൽ കണ്ടല്ലോ. ഇവൻ പാർട്ട്ണറായിട്ട് കണ്ടു, ഇവന് കിട്ടിയില്ല, അതുകൊണ്ട് അവരോട് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഒരു പുരുഷൻ ഇറങ്ങി നടക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സ്ത്രീയെ, നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഉള്ളത്, നിങ്ങളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്, ഞങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആക്രമിക്കുന്നില്ല, ഒരു പെൺകുട്ടീനെ കാണുമ്പോഴത്തേനും ഇവൻ ഇതേപോലെ അവളെ പറഞ്ഞാക്കി അവളുമായിട്ട് അന്ന് ചിന്തിച്ച് നടന്നാൽ അത് കറക്റ്റ് ആണെന്നാണോ നിങ്ങളുടെ ഒരു അനുമാനം? നിങ്ങൾ പറയുന്നില്ല, മറ്റേ പുസ്തകത്തിലുള്ള സാധനമല്ലേ, നിങ്ങൾക്ക് അഭിപ്രായമല്ലോ. ശരി, ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇയാൾ എന്താ പറയുക, ആ തരത്തിൽ ഗോൾ സെറ്റ് ചെയ്യുന്നു, ഈ കാര്യം ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല, ഇത് ഫ്രസ്ട്രേഷൻ ആയിട്ട് മാറുന്നു. ഒരിക്കലും വിചാരിക്കരുത് ഫ്രസ്ട്രേഷൻ 3:10 ഉണ്ടാവുന്നു, 3:11 തീരുമാനം എടുക്കുന്നു. ഒക്കെ ഞാൻ എന്ത് ഈസി ആയിട്ടാണ് ഇവന്മാർ പറഞ്ഞു വിടുന്നത് കണ്ടോ. ഒരു പെണ്ണിനെ കണ്ടിട്ട് അവന് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു, എന്നിട്ട് 3:10 4:10 മാസങ്ങൾ കൊണ്ടെടുത്തൊരു പ്രോസസ്സിൽ അവനൊരു പെണ്ണിനെ കാണുമ്പോഴത്തേനും കയറി അത് നിനക്കൊക്കെ അത്രയ്ക്ക് ഫണ്ണാക്കി അവതരിപ്പിക്കാൻ പറ്റുന്നൊരു സാധനമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് അത്രയ്ക്ക് കോമഡി പരമായിട്ടൊരു സാധനമാണ്.
എന്ത് വലിയൊരു ടോപ്പിക്കിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നറിയോ? സമ്മതമില്ലാതെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി സ്പർശിക്കുമ്പോൾ ആ പെൺകുട്ടി നേരിടുന്ന മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളെ കുറിച്ച് നീയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നീയൊക്കെ ഒരു ആണിനുണ്ടാകുന്ന മറ്റേ അവിടെ ഇവിടെ കുറെ ബിൽബോർഡെ കാണുമ്പോൾ ഒരു സ്ത്രീയുടെ അർദ്ധനഗ്നയായ പടം കാണുമ്പോൾ ഉണ്ടാകുന്ന സെക്ഷുവൽ ഫ്രസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫ്രസ്ട്രേഷൻ കൊണ്ട് പാവപ്പെട്ട ഒരു പെണ്ണിന്റെ പടലിക്കോട്ട് തീർക്കുമ്പോൾ ആ പെണ്ണിനോടാകുന്ന മാനസിക ബുദ്ധിമുട്ടിനെ കുറിച്ച് നീയൊക്കെ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അഗ്രസീവ് ബിഹേവിയർ കാണിക്കുക, 3:12 പോയിട്ട് അഗ്രസീവ് ബിഹേവിയർ കാണിച്ച് റേപ്പ് ചെയ്യുന്നു. ഇതല്ല സംഭവിക്കുന്നത്. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കുക, ഒരു പ്രോംപ്റ്റ് എടുത്ത് ഒരു ആൻസർ കിട്ടിയ ആൻസർ വായിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി സ്റ്റഡീസ് വായിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഫ്രസ്ട്രേഷൻ, ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ പ്രക്രിയ നടക്കുന്നുള്ളത്. മൂന്നാമത് ഇയാൾ പറയുന്നത് പിന്നെ അൺസാറ്റിസ്ഫൈഡ് സെക്ഷൽ ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഒരാൾക്ക് പാർട്ട്ണർ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ വിവാഹം കഴിച്ചതോ കഴിക്കാതായിട്ടുള്ള പാർട്ട്ണർ ഉണ്ട്, അതിൽ അയാൾക്ക് സെക്ഷൽ റിലേഷൻ ഉണ്ട്, പക്ഷേ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അവർക്കും എന്തുണ്ടാവും? എന്നിട്ട് ഈ ഫ്രസ്ട്രേഷൻ, ഇങ്ങനെയൊക്കെ ഈ 3 കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഇയാൾ റിലീസ് ചെയ്യുന്നത്, അതായത് റിലീഫ് സീക്കിങ്, റിവെഞ്ച് സീക്കിങ്, ഇങ്ങനെ 2-3 സ്ഥലങ്ങളിൽ ഇയാൾ ഇത് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഈ റിലീഫ് സീക്കിംഗ് എന്ന് വെച്ചാൽ റിലീഫ് സീക്കിങ്ങിൽ ചിലപ്പോൾ റേപ്പ് വരെ വരാം, അസോൾട്ട് വരാം, ഒക്കെ ഇയാൾ പറയും. ഇതൊക്കെ വരെ വരാം കേട്ടോ, ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, അവർ പറഞ്ഞതല്ലേ. അപ്പം ആ സാധനത്തിന്, ആ മനുഷ്യന്, അവൻ ഇങ്ങനെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ? വേണ്ടല്ലേ? ബാക്കിയേക്കാം കാണിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുക. അവിടെ സ്ത്രീകളുടെ ഡ്രസ് കോഡിൽ എങ്ങനെ വയറ് പുറത്തേക്ക് നിർബന്ധമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഷോർട്സ് പുരുഷന് മുട്ട് വരെ കവർ ചെയ്യുന്ന ഷോർട്സ് ഇടാൻ പറ്റുമ്പോൾ സ്ത്രീക്ക് അത്ര കവർ ചെയ്യാൻ പറ്റും. പറയും ഫംഗ്ഷനാലിറ്റിയാണ്. എങ്ങനെ അപ്പോൾ പുരുഷന് ഫംഗ്ഷനാലിറ്റി ഇല്ലേ? വേറെ എല്ലാ വിഷയങ്ങളും പുരുഷൻ സ്ത്രീ ഒരേപോലെ ഉണ്ടോ? അവിടെ പറയും ഇവിടെ മാത്രം ന്യൂട്രാലിറ്റി വേണ്ട, ഇവിടെ ന്യൂട്രാലിറ്റി വേണ്ട. അവിടെ പുരുഷന് ചെയ്യാൻ പറ്റുന്ന സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ പുരുഷന് വയറ് കാണിക്കാൻ ചെയ്യാൻ പറ്റുന്ന സ്ത്രീക്ക് വയറ് കാണിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് റണ്ണിങ്. ഈ നീയൊക്കെ ആരാണ് പെണ്ണുങ്ങളുടെയും പുരുഷന്മാരുടെയും വസ്ത്രധാരണത്തിനെ കുറിച്ച് ഇങ്ങനെ ചിത്രീകരിക്കാനായിട്ട്? ഇവരിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഓട്ട മത്സരത്തിനകത്ത് സ്ത്രീകൾ വയറ് കാണുന്ന വസ്ത്രം ധരിക്കുന്നു, പുരുഷന്മാർ വയറ് കാണുന്ന വസ്ത്രം ധരിക്കുന്നില്ല. ഉസൈൻ ബോൾട്ട് ആണെങ്കിലും ഷോർട്സും ടീഷർട്ടും ഇട്ടുകൊണ്ട് കൊടുക്കുന്നു, സ്ത്രീകളുടെ വയറ് കാണുന്നു. അവർക്ക് കോൺഫിഡൻസ് ഉള്ളവർ വയറ് കാണിക്കും, കോൺഫിഡൻസ് ഇല്ലാത്തവർ വയറ് കാണിക്കുന്നില്ല. ഉസൈൻ ബോൾട്ടിനോട് നമ്മൾ പറഞ്ഞു വയറ് കാണിക്കരുതെന്ന്. ഉസൈൻ ബോൾട്ട് എത്ര തവണ ഓടി ജയിച്ച് കഴിയുമ്പോൾ ഷർട്ട് മൊത്തത്തിൽ ഊരിക്കളയുന്നു. അപ്പം നിനക്കെന്താ ഇതിനകത്ത് ഒപ്പീനിയൻ ഇല്ലയോ? എത്രയോ ആണുങ്ങൾ ഓട്ട മത്സരത്തിലോ പല മത്സരത്തിലോ ജയിച്ച് കഴിയുമ്പോൾ ഷർട്ട് ടോട്ടലി ഊരിക്കളയുന്നു, അതേപോലെ സ്ത്രീകൾ ഊരിക്കളയുന്നില്ല. അപ്പോഴും നിനക്കൊക്കെ ഈക്വാലിറ്റി വേണോ? അവരുടെ വസ്ത്രധാരണത്തിനെ അനലൈസ് ചെയ്യാൻ നിങ്ങൾ ആരാണ്? അവർ മറയ്ക്കേണ്ട സ്ഥലങ്ങളൊക്കെ കൃത്യമായി മറച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാൻ പോലും നമുക്കൊന്നും അധികാരമില്ല. സ്ത്രീകൾക്ക് വയറ് കാണിക്കാം, പുരുഷന്മാരെന്ത് വയറ് കാണിക്കാത്ത? നമുക്ക് ആ സാധനം നീ വയറ് കാണിക്കി, ആര് പറഞ്ഞു വേണ്ടെന്ന്? അന്നും വയറ് കാണിക്കണ ആ വയറോ, ബിൽഡിങ്ങിന്റെ പൊത്തി വെച്ചേക്കുന്ന വയറോ, എന്തൊരു വയറോന്ന് വെച്ചാൽ ഊരി കാണിക്കേ. ഇത് നിങ്ങൾ എന്തൊക്കെ മാത്രം എടുക്കാം. ഇപ്പോൾ ഉസൈൻ ബോൾട്ടിന്റെ ഡ്രസ്സും അതേപോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾ സ്ത്രീകളുടെ റണ്ണിങ് എടുത്തു കഴിഞ്ഞാൽ ഉസൈൻ ബോൾട്ടിന് എന്തുകൊണ്ട് മിഡ്രിഫ് കാണിക്കേണ്ടി വരുന്നില്ല? അപ്പോൾ ഉസൈൻ ബോൾട്ട് മിഡ്രിഫ് കാണിച്ച എന്താ പ്രശ്നം? ഉസൈൻ ബോൾട്ട് ഷർട്ട് ഊരുന്ന, വലിയ ടീഷർട്ട് മറ്റേ സാമാനം ഊരുന്ന വീഡിയോ ഞാൻ കാണിച്ചെന്നാലോ? ഉസൈൻ ബോൾട്ട് ഊരി എന്താ പ്രശ്നം? സ്ത്രീകളുടെ വയറ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ അഗ്രഷൻ ഉള്ളിൽ കിടന്ന് പുകയുന്നോ? പുകഞ്ഞു കഴിയുമ്പോഴത്തേനും MN നമ്പ്യാരാവോ പെട്ടെന്നങ്ങ്? എത്രത്തോളമാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇത് ആലോചിക്കാൻ പോലും കാണിച്ചുകൊണ്ട് ഈ നിങ്ങളുടെ കൂടെയുള്ള ഇയാളെങ്ങനെ ടീഷർട്ട് ഇട്ടേക്കുന്നേ? അതൊരു ഫങ്ഷനാലിറ്റി അല്ലേ? ഇല്ല, കയ്യുടെ വിരലിൻ്റെ പത്തി കാണുന്നല്ലോ. അപ്പോൾ ഈ നിങ്ങളുടെ വസ്ത്രധാരണം നോക്കി കഴിയുമ്പോൾ നിങ്ങൾ എന്തിനാ ഹാഫ് കൈ ഇട്ടേക്കുന്നത്? ഫുൾ കൈ ഇട്ടെങ്കിട്ട് എന്നൊക്കെ നമ്മൾ ഇന്ന് ചോദ്യം ചെയ്ത് എങ്ങനെ ഇരിക്കും? അതേപോലെയാണ് സാധനം. ഇനി ഈ തമ്മിൽ പരിപാടിക്കകത്ത് വന്നിട്ട് പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അന്നേരം കേൾപ്പിച്ചായിരുന്നു, നല്ല അഗ്രഷൻ ഇല്ല, നമുക്ക് തീർക്കാൻ പറ്റൂല, നമുക്കൊന്ന് അഗ്രഷൻ ഒക്കെ ഒന്ന് പോയിട്ട് വരാം. അവിശാലമായിരുന്നു. ഇവര് സത്യത്തിൽ എന്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ധരിക്കുന്ന ഒരു വസ്ത്രം, അത് സത്യത്തിൽ സെക്ഷലി പ്രൊവോക്കേറ്റീവ് ആണ്. ഡീൻ ബെർണറ്റിന്റെ ദ ഹാപ്പി. സെക്ഷലി ആരെ പ്രൊവോക്ക് ചെയ്യുന്നു? എങ്ങനെയുള്ളവരാണ് പ്രൊവോക്ക് ആകുന്നത്? ഒരു പെണ്ണ് അവളുടെ പ്രൈവറ്റ് പാർട്ടെല്ലാം മറച്ചുകൊണ്ട് വന്ന് നിന്നിട്ട് ശരീരത്തിൻ്റെ വയറോ കാലോ തുടയോ കാണുമ്പോൾ അതെങ്ങനെയാണ് സെക്ഷലി ഫ്രസ്ട്രേറ്റ് ആകുന്നത്, സെക്ഷലി എങ്ങനെയാണ് പ്രൊവോക്ക് ആകുന്നത്? അത് നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. നിങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. ഈ വസ്ത്രമെല്ലാം മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്, കാലാകാലങ്ങളായിട്ട് ഇവർ ഇടുന്നുണ്ട്. മാന്യമായിട്ടുള്ള ഏത് വസ്ത്രവും ആർക്ക് വേണമെങ്കിലും ഇടാം. അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങളൊക്കെ ആരാ? എന്നുള്ള പുസ്തകത്തിൽ ഇത് സെക്ഷലി ആ പദമൊക്കെ ഒരു പബ്ലിക് സ്പേസിൽ അത് ആരെ പ്രൊവോക്ക് ചെയ്യുന്നു? സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന്റെ ഭാഗം എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന ഡീൻ ബെർണറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നതാണ്
ഹാപ്പി ബ്രെയിൻ്റെ അകത്ത് പറഞ്ഞ ബ്രെയിൻ അവിടെ ഇരുന്ന് യെസ് ഐ എം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് യെസ് 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 അതാണോ സാധനം? എന്താ വെച്ചാലും ബെർണാഡ് ആ പുസ്തകത്തിൽ പറഞ്ഞു, ഓംബുഡ്സ്മാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞു, ബർഗർ ബിസ്ക്കറ്റ് ആ പുസ്തകത്തിൽ പറഞ്ഞു. ക്ലോത്ത്, വസ്ത്രങ്ങൾ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ്. ആരെ? ആ സെക്ഷുവലി ആരെ provoke ചെയ്യുന്നതാ? മെന്നിനെ പുരുഷന്മാർ പല ടൈപ്പ് ഉണ്ട്. ഡാർക്ക് ട്രൈഡ് പേഴ്സണാലിറ്റി ഉണ്ട്. സൈക്കോളജി പുരുഷന്മാരെ നോക്കിയിട്ടാണ് ഡാർക്ക് ട്രൈഡ് അല്ല, ഞാൻ പറഞ്ഞിട്ട് മാം പറഞ്ഞോ, ഡാർക്ക് ട്രൈഡ് പേഴ്സണാലിറ്റി അവർ ചില സൈക്കോപാത്ത് ഉണ്ടാവും, അവരില് പിന്നെ ഈ നാർസിസ്റ്റുകൾ ഉണ്ടാവും. ഇവരൊക്കെ ഭയങ്കര കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി. പക്ഷെ നിങ്ങളെ കൺസെന്റ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ളവൻ കരിഷ്മാറ്റിക് പവറോ? ഈ കരിഷ്മാറ്റിക് പവറിന്റെ ഒക്കെ അർത്ഥം പറഞ്ഞിട്ട് തന്നെയല്ലേ അണ്ണ സാധനം ചാമ്പിയത്? സ്ത്രീകൾ കേട്ടോണേ, നിങ്ങളൊരു വസ്ത്രം ഒക്കെ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും അവിടെയുള്ള പുരുഷന്മാരോട് ചോദിക്കണം, ഞാൻ ഈ ക്രോപ്പ് ടോപ്പും ഈ ഒരു ഷോർട്ട്സും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സെക്ഷലി ഫ്രസ്ട്രേറ്റ് ആവോ? ഇല്ല. ഓക്കെ, ദിസ് ലോക്ക് മണിക്കുട്ടി ലോക്ക് ചെയ്യൂ, ഈ വസ്ത്രം എടുക്കാം. ചോദിക്കുമ്പോഴത്തേനും അത് ഞാൻ സെക്ഷലി പ്രൊവോക്ക് ആവും. ഇത് വേണ്ട, ഇത് ഫെയിൽ. ഒന്നെങ്കിൽ ഫോൺ ഓഫ് ഫ്രണ്ട് എടുക്കണം, അല്ലെങ്കിൽ 50-50 എടുത്തിട്ട് അടുത്ത ഒരു മാനിപ്പുലേറ്റ് ചെയ്യും. കൺസെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പെണ്ണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം. അത്തരം പേഴ്സണാലിറ്റികളെല്ലാം അവരാഗ്രഹിക്കുന്ന ഒരു പുരുഷാധിപത്യം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു മെയിൽ ഡിസയറിനനുസരിച്ച് വസ്ത്രം ധരിച്ച് കൊടുക്കലല്ല സത്യത്തിൽ ഒരു ഫെമിനൈൻ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ചെയ്യേണ്ടത്. അവർ ആ വസ്ത്രം അവരുടെ പേഴ്സണാലിറ്റിന്റെ മുകളിൽ വരണം. ഇപ്പോൾ ജെൻസി പ്രൊട്ടസ്റ്റ്, ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ജെൻസി പ്രൊട്ടസ്റ്റിൽ അവിടെ ഒരുപാട് ഐക്കണിക് ആയിട്ടുള്ള ഫീമെയിൽസിന് പെൺകുട്ടികൾ നമ്മൾ കണ്ടു. അവരുടെ ബ്യൂട്ടി അല്ല അവിടെ മാനദണ്ഡം, അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനിപ്പിക്കുക, എവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. ഇത്രയും പറഞ്ഞു വരുമ്പോഴത്തേനും തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ മറന്നു പോകുന്നത്. പ്രശ്നം എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ അണ്ണ ഈ ഒരു തിയറിയും വെച്ചുകൊണ്ട് നടക്കുകയാണ്, ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. എന്തോ ചോദിച്ചാലും ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. ഫ്രസ്ട്രേഷൻ. ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവുന്നത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് ഒരു ടാർഗറ്റിൽ അല്ലല്ല ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ സെക്ഷലി എക്സ്പോസ്, നമ്മൾ ഭയങ്കര ട്രിഗേർഡ് ആയാൽ, ഇപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ദേഷ്യം തീർക്കും. ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. നമ്മളൊരു അതാണ് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. അതായത് നമ്മൾ ഒരിടത്തുനിന്ന് ഫ്രസ്ട്രേറ്റ് ആയി, എന്നിട്ട് അത് അവിടെ തീർക്കാൻ പറ്റാത്തതിന് മറ്റൊരിടത്തുകൊണ്ട് തീർത്തു. ഓഫീസിൽ ബോസ് നമ്മളെ ചീത്ത വിളിച്ചു, ബോസിനെ ചീത്ത വിളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നേരെ വന്ന് ഭാര്യനെ ചീത്ത വിളിക്കും. ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിനെ കുറച്ചും കൂടി നമ്മൾ ലളിതമാക്കി മനസ്സിലാകുന്ന പോലെ പറഞ്ഞാൽ, അങ്ങാടി തോറ്റതിന് അമ്മയോട്, ആ സെറ്റപ്പാണ് അവൻ പറഞ്ഞു വെക്കുന്ന ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന് ചങ്കൂറ്റമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു മാനേജർ അല്ലെങ്കിൽ ബോസ് നിന്നോട് പറഞ്ഞാൽ നിന്റെ സൈഡിൽ തെറ്റില്ലെങ്കിൽ അവൻ്റെ പടലേക്ക് തീർക്കണം. തിരിച്ച് ഭാര്യയോട് പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ പോയി ബോസിൻ്റെ അടുത്ത് തീർക്കാൻ പറ്റുമോ? ഇല്ല. ഫ്രസ്ട്രേഷൻ അവിടെ തീർക്കാൻ പറ്റത്തില്ല, ബോസ് പിടിച്ച് അഗ്രഷനായി വിടും. അതാണ് സംഭവം. അത് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കെൽപ്പ് നമുക്കില്ലാത്തതുകൊണ്ടാണ്. ഇവിടുന്ന് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ട് അതുകൊണ്ട് അവിടെ തീർത്തിട്ടുണ്ടെങ്കിൽ അത് ഇവൻ്റെ കഴിവുകേടാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. നിങ്ങൾ പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും വളരെ മോശമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഇത് ഞാൻ പറഞ്ഞില്ലൂട്ടു, ആ പുസ്തകത്തിൽ പറഞ്ഞതാ എന്ന് പറഞ്ഞ് തീർക്കുന്നതിലല്ല അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. ആ പുസ്തകത്തിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ ആശയമായിട്ട് കണക്ട് ആയതുകൊണ്ടാണ് നിങ്ങളത് എടുക്കുന്നത്. നിങ്ങളുടെ ചിന്താഗതി തെറ്റാണ് സുഹൃത്തെ, നിങ്ങളത് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ ഈ ഡോക്ടർ ഗായത്രി മേനോൻ്റെ പടത്തേക്ക് കയറിയിട്ട് കാര്യമൊന്നുമില്ല. അവർ പറഞ്ഞതിനകത്ത് എന്തൊക്കെ യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഒരുപാട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഡോക്ടർ ഗായത്രി മേനോനൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്കെതിരെ ആര് വീഡിയോ ഇട്ടാലും റിയാക്ട് ചെയ്യുന്ന, ദയവ് ചെയ്ത് മനസ്സിലാകുന്ന പോലെ റിയാക്ട് ചെയ്യണം. സെൻറ്റൻസുകൾ നിർത്തി പറയണം. ഇന്ന ബുക്കിനകത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോയില്ല. മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മറുപടി തരേണ്ടതാണ്, മറുപടി തരും. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ റിഗ്രഷൻ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ട് അഗ്രഷൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർത്തരെ. മറ്റൊരു എഴുത്താണെന്നല്ലേ.